ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലവ്ലി കപ്പിൾസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് ചെന്നൈയിൽ സിറ്റിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള സെൻറ് തോമസ് മൗണ്ടിലേക്കാണ്. സെൻറ് തോമസ് മൗണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റോഡ് വഴി പോകാൻ പറ്റും. അല്ലാതെ തന്നെ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് പടികൾ കയറി പോകണം. ഒരു 134 സംതിങ് പടികളുണ്ട്. തീർത്ഥാടകരായിട്ടൊക്കെ വരുന്നവർ മാക്സിമം കുറച്ച് പേരൊക്കെ അതുവഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് റോഡ് വഴിയാണ്. AD 52 ഭാരതത്തിലെത്തിയ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ AD 72 ഈ മലയിൽ രക്തസാക്ഷിത്വം വരിച്ചത്. അപ്പോൾ അദ്ദേഹം കുത്തേറ്റ് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 2011 ഈ സെൻറ് തോമസ് മൗണ്ടിനെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഈ സെൻറ് തോമസ് മൗണ്ടിനെ പൊതുവായിട്ടും പറങ്കിമല എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ സെൻറ് തോമസ് മൗണ്ട് എന്ന് പറയുന്നത്. സെൻറ് തോമസ് മൗണ്ടിലെ ഈ ദേവാലയം എന്ന് പറയുന്നത് സീറോ മലങ്കര ദേവാലയം തന്നെയാണ്. ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും. പിന്നെ ഈ മൗണ്ടിൽ വന്നിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെന്നൈ സിറ്റി മുഴുവനായി നമുക്കിതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. ചെന്നൈ സിറ്റി മാത്രമല്ല, പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടും നമുക്ക് സെൻറ് തോമസ് മൗണ്ടിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ വ്യൂ ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയുടെ ബിസി ലൈഫിൻ്റെ ഇടയിലും അല്പനേരം ബ്രേക്ക് എടുത്ത് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് സെൻറ് തോമസ് മൗണ്ട്. മതപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ വൈഭവവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് നിൽക്കുന്ന സെൻറ് തോമസ് മൗണ്ട് സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. 500-ാം വാർഷികം 2023 ആഘോഷിക്കുകയുണ്ടായി. 1523 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ദേവാലയമാണ് ഈ സെൻറ് തോമസ് മൗണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് സെൻറ് തോമസ് മൗണ്ടിലെ ഈ ദേവാലയം.
ശ്ലീഹായുടെ തിരുശേഷിപ്പെന്ന് വിശ്വസിക്കപ്പെടുന്ന വിരലിലെ എല്ലും വിശുദ്ധൻ കല്ലിൽ കൊത്തിയെടുത്ത കുരിശും ക്രിസ്തുവിൻ്റെ മറ്റൊരു ശിഷ്യനായ ലൂക്കോസ് വരച്ചതായ ഉണ്ണീശോയുടെയും മറിയത്തിൻ്റെയും ഛായാചിത്രവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ആ മുകളിൽ കാണപ്പെടുന്നതാണ് തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പും. പിന്നെ ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് വിശുദ്ധൻ കുരിശിൽ കല്ലിൽ നമ്മുടെ പാറക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കുരിശുമെന്ന് പറയുന്നത്. പിന്നെ ഇതാ കാണപ്പെടുന്നത് നമ്മുടെ ലൂക്കോസ് എന്ന് പറയുന്ന നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ലൂക്കോസ് വരച്ച ഉണ്ണീശോയുടെ മാതാവിൻ്റെ ചിത്രമാണ്. പിന്നെ ഈ താഴെ കാണപ്പെടുന്നത് നമ്മുടെ അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പാണ്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അപ്പുറത്തെ സൈഡും അൾത്താരയുടെ അപ്പുറത്തെ സൈഡും കുറച്ച് തിരുശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ എന്ന് പറയുന്നത് തോമാസ് ശ്ലീഹ എപ്രകാരമാണോ ആ മലയിൽ നിന്ന് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫോട്ടോയാണ്. പിന്നെ ഇത് ആ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചതുപോലെയുള്ള മറ്റ് അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ അൾത്താര എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പള്ളിയുടെ പരിസരം ഫുൾ പണി നടക്കുകയാണ്, പള്ളി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ടാണ് അവിടെ പണി നടക്കുന്നു എന്നവർ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, വളരെ മനോഹരമായ ഒരു സ്റ്റാച്ചു തന്നെയാണ്, അതും കല്ലിൽ കൊത്തി അവർ ചെയ്തേക്കുന്നതാണ്. പള്ളിക്കകത്ത് പണികൾ നടക്കുന്നത് കൊണ്ട് ഹോളി മാസ് നടക്കുന്നത് പുറത്താണ്. இது உங்களுக்காக எழுதப்படும் என் உடல். கடவுள் ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെന്നൈ സിറ്റി മുഴുവനായി നമുക്ക് ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ വ്യൂ ആണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല നല്ല സ്റ്റാച്യൂസൊക്കെ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1986 ഫെബ്രുവരി 5 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 175 വർഷം പഴക്കമുള്ള ഒരു ആൽമരം ഇവിടെ ഉണ്ട്. അതിൻ്റെ കീഴിലായിട്ടാണ് തോമാസ് ശ്ലീഹ കിടന്നുറങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് തോമാസ് ശ്ലീഹ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. പിന്നെ മൈലാപ്പൂരിലെ സാന്തോം എന്ന് പറയുന്ന ചർച്ചിലോട്ടാണ് തോമാസ് ശ്ലീഹയുടെ മൃതശരീരം അടക്കം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിസ്തുമതം കൊണ്ടുവന്നത് തോമാസ് ശ്ലീഹയാണ്. തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നിട്ട് 7 പള്ളികൾ സ്ഥാപിക്കുകയുണ്ടായി.
പിന്നെ ഇതാ നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് തോമാസ് ശ്ലീഹയുടെ ജീവചരിത്രവും അദ്ദേഹം യേശുവുമായിട്ട് എങ്ങനെ ജീവിച്ചു എന്നതുള്ള ചരിത്രവും എല്ലാം ഇവിടെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് അവർ. പിന്നെ 175 വർഷമുള്ള പഴക്കമുള്ള ഒരു മരമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡെമോ പോലെയാണ് അവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റെലിക് ചാപ്പലിലോട്ടാണ്, അതായത് തിരുശേഷിപ്പുകൾ വെച്ചേക്കുന്ന ചാപ്പലിലോട്ടാണ്. തിരുശേഷിപ്പ് എന്താണെന്ന് വെച്ചാൽ വിശുദ്ധമെന്നോ ആരാധനാർഹമെന്നോ കരുതപ്പെടുന്ന മനുഷ്യരുടെ ഭൗതിക അവശിഷ്ടങ്ങളെയാണ് തിരുശേഷിപ്പെന്ന് പൊതുവായിട്ട് പറയുന്നത്. ഇവിടെ ടോട്ടൽ 124 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പാണ് ഇവിടെ ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും പിന്നെ സെൻറ്റ് അഗസ്റ്റീൻ തേവറപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്ന 2 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കാൽവറി ഓഫ് സെൻറ്റ് തോമസ് എന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. അതായത് ചെന്നൈയിലെ മൈലാപ്പൂരിൽ തോമാസ് ശ്ലീഹ എത്തി ക്രിസ്തുമതം പ്രചരിപ്പിച്ചതിനാൽ ഇവിടെയും അദ്ദേഹത്തിന് മിത്രങ്ങളെക്കാൾ ശത്രുക്കളാണ് ഏറെ ഉണ്ടായിരുന്നത്. എങ്കിലും സുവിശേഷ പ്രഘോഷണം അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു. ചില ക്രിസ്തുമത വിരോധികൾ സംഘം ചേർന്ന് ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുണ്ടായി. എങ്കിലും അദ്ദേഹം കുരിശടയാളം പാറയിൽ കൊത്തിയുണ്ടാക്കി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൂടെ ക്രിസ്തുനാഥനുമായി അദ്ദേഹം നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ഈ കുന്നിൻ മുകളിൽ അദ്ദേഹം സ്ഥാപിച്ച കുരിശിൻ ചുവട്ടിൽ ഭക്ഷണവും മറ്റും ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുരിശിൻ ചുവട്ടിൽ തന്നെ അദ്ദേഹം ലയിക്കുകയുണ്ടായി. ഈ തക്കത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് സംഭവിക്കുന്നത് AD 72 ജൂലൈ 3-നാണ്.
അദ്ദേഹത്തിൻ്റെ മരണം ക്രൈസ്തവരെ വളരെയധികം സങ്കടപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തിരുശരീരം മൈലാപ്പൂർ ദേവാലയത്തിൽ അടക്കം ചെയ്തു. അന്നു മുതൽ ഈ സെൻറ് തോമസ് മൗണ്ടിലും മൈലാപ്പൂർ ദേവാലയത്തിലും ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്നുണ്ട്. കുന്തത്താൽ കുത്തേൽക്കുമ്പോൾ അദ്ദേഹം താൻ സ്ഥാപിച്ച കുരിശ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഈ കുരിശിൽ നിന്നും രക്തം വരുന്നതായും പറയപ്പെടുന്നു. ഇവിടെയുള്ള ഓരോ സ്റ്റാച്യുവും സെൻറ് തോമസ് മൗണ്ടിൽ ഉള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈയിൽ വരുന്ന എല്ലാവരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ചെന്നൈയിൽ വരുന്ന എല്ലാവരും ഇവിടെ സെൻറ് തോമസ് മൗണ്ടിൽ വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.